ഇത് നമ്മുടെ ഇരുമ്പമ്പുളിയാണ് കേട്ടോ. ഇരുമ്പമ്പുളി നുറുക്കിയിട്ട് ഉപ്പിട്ട് വെച്ചു. അപ്പോൾ അതിലൊരിത്തിരി ഉലുവപ്പൊടിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല പാകമായിരിക്കുകയാണ്. ഇത് നമ്മുടെ ചൂനിയ മുളകാണ്. ഇത് ഇഞ്ചിയാണ്. ഇത് വെളുത്തുള്ളിയാണ്. ഇത് ഞാൻ പൊടിച്ച അച്ചാറിൻ്റെ പൊടിയാണ്. പിന്നെ കടുകുണ്ട്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണയല്ല, എണ്ണയാണ് ചേർക്കുക. എണ്ണ ഇത്തിരി അധികമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എണ്ണ നല്ലതാണ്. പിന്നെ അതിലേക്ക് ചൂടാവുമ്പോൾ കടുക് ഇടുക. അപ്പോൾ നമുക്ക് നമ്മൾ എന്തൊക്കെയാണ് ഈ പൊടിച്ചേക്കണേന്നുള്ളത് ഞാൻ പറയട്ടെ. ഈ പൊടിച്ച് വെച്ചിരിക്കുന്നത് മുളകും കായവും ഉലുവയും കൂടിയാണ് പൊടിച്ച് വെച്ചേക്കണത്. മുളക് പൊടിയല്ല, മുളകും കായവും ഉലുവയും കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ചൂനിയ മുളക് അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഇതിൽ മഞ്ഞൾ ഇട്ടേക്കണ കാരണം ഇനി മഞ്ഞൾ ഇടേണ്ട ആവശ്യമില്ല. മഞ്ഞളും ഇത്തിരി ഇരുമ്പമ്പുളി അരിഞ്ഞിട്ട് മഞ്ഞൾ, ഉപ്പ്, ഇത്തിരി കായത്തിൻ്റെ പൊടി ഇട്ടാണ് ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് മൂത്ത് വന്നു കഴിഞ്ഞാൽ പുളി ഇടാം. പുളി ഇട്ടിട്ട് അച്ചാർ പൊടി, അച്ചാർ പൊടി കൂടെ വേണമെങ്കിൽ ഇത് കായത്തിൻ്റെ പൊടിയാണ്. അച്ചാറിൻ്റെ കൂടെ ഒരിത്തിരി കായത്തിൻ്റെ പൊടിയും കൂടി നമ്മൾ ഇടുന്നുണ്ട്. കാരണം ഇച്ചിരി കുറവാണ് ഉള്ളത് പൊടിച്ചതിൽ. അപ്പോൾ നമ്മൾ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഉലുവ പിന്നെ ഓൾറെഡി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടിച്ച മുളകിലും ഉണ്ട് കേട്ടോ. മുളകും കായും ഉലുവയും കൂടി പൊടിച്ചതാണ്. കായം, ഉലുവ, മുളകും കൂടി പൊടിച്ചതാണ് ഈ പൊടി. ഇപ്പോൾ നമ്മുടെ അച്ചാർ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് വാടാനേ പാടുള്ളൂ, പുളി ആയതുകൊണ്ട് വേവും. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കിയിട്ടുണ്ട്, ഇത്രയും വേണ്ടു. പിന്നെ എണ്ണയാണ് നമ്മൾ ഇതിലൊഴിക്കണത്. എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്, 100 എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും അച്ചാറിൽ 100 എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കേടുവരില്ല എണ്ണ കൂടുതലായാൽ. കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ.